ഹരിയോൾ അപ്പോൾ നിങ്ങൾ തമ്പനയിൽ കണ്ട പോലെ കേരള വാട്ടർ അതോറിറ്റി മീറ്റർ റീഡറിലേക്കുള്ള നോട്ടിഫിക്കേഷൻ ഇറക്കാൻ വേണ്ടി PSC തീരുമാനമായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കഴിഞ്ഞ പ്രാവശ്യം നോട്ടിഫിക്കേഷൻ എന്തൊക്കെയായിരുന്നു ക്വാളിഫിക്കേഷൻ പറഞ്ഞിട്ടുള്ളതെന്നും ഇപ്പോൾ എന്തൊക്കെ ചേഞ്ചസ് വരാൻ സാധ്യതയുണ്ടെന്നും അത് കൂടാണ്ട് നോട്ടിഫിക്കേഷനിൽ എപ്പോഴായിരുന്നു എക്സാം കണ്ടക്ട് ചെയ്തത്, അതേപോലെ ഷോർട്ട് ലിസ്റ്റ് എപ്പോഴായിരുന്നു, എത്രയായിരുന്നു കട്ട് ഓഫ്, റാങ്ക് ലിസ്റ്റിൽ എത്ര പേരുണ്ട്, അതേപോലെ ഈ റാങ്ക് ലിസ്റ്റിന് എത്ര പേർക്ക് അഡ്വൈസ് പോയിട്ടുണ്ട്, ഈ റാങ്ക് ലിസ്റ്റ് വാലിഡിറ്റി എപ്പോഴായിരിക്കും കഴിയുന്നുണ്ടാവുക, അതേപോലെ കഴിഞ്ഞ പ്രാവശ്യം നടന്ന എക്സാമിന്റെ സിലബസ്, ക്വസ്റ്റ്യൻ പേപ്പർ, കീ, അതൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇത് കഴിഞ്ഞ ദിവസം നടന്ന കമ്മീഷൻ യോഗ തീരുമാനത്തിലാണ് താഴെ പറയുന്ന 77 കാറ്റഗറികളിലേക്ക് വിജ്ഞാപനം പ്രസിദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് തീരുമാനമായിട്ടുള്ളത്. അതിൽ സിവിലുകാർക്ക് സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിൽ ട്രേഡ്സ്മാൻ സിവിൽ ഉണ്ട്. പിന്നെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോ താഴേക്ക് എപ്പോഴും കമന്റ് വരുന്ന വാട്ടർ അതോറിറ്റി മീറ്റർ റീഡറിന്റെ നോട്ടിഫിക്കേഷൻ എപ്പോഴായിരിക്കും വരിക എന്നുള്ള കാര്യം. പോയിന്റ് നമ്പർ 14 കേരള വാട്ടർ അതോറിറ്റി മീറ്റർ റീഡർ എന്ന പോസ്റ്റിലേക്ക് PSC നോട്ടിഫിക്കേഷൻ ഇറക്കാൻ വേണ്ടിയിട്ട് തീരുമാനമായിട്ടുണ്ട്. ഇനി ഇതിന് മുന്നേ എപ്പോഴായിരുന്നു ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത് നോക്കിക്കഴിഞ്ഞാൽ 2019 ഒക്ടോബർ മാസമാണ് ഇതിന് മുന്നേ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. ലാസ്റ്റ് ഡേറ്റ് 2019 നവംബറിൽ. കാറ്റഗറി നമ്പർ 143/2019. കേരള വാട്ടർ അതോറിറ്റി മീറ്റർ റീഡർ 19,000 തൊട്ട് 42,900 വരെയാണ് 2019 സ്കെയിൽ ഓഫ് പേ. ഇപ്പോഴത് മിനിമം 27 തൊട്ടിട്ട് 50 ആ റേഞ്ചിൽ എന്താണ് പുതിയ സ്കെയിൽ ഓഫ് പേ വരുന്നുണ്ടാവുക. അത് നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽ ആയിട്ട് ഉണ്ടാവും. ആ ഒരു സമയത്ത് 8 വേക്കൻസി ആണ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും എത്ര അഡ്വൈസ് പോയിട്ടുണ്ടെന്നില്ലായിരുന്നു നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. അതേപോലെ ഇതിലിപ്പം ക്വാളിഫിക്കേഷൻ പറഞ്ഞിട്ടുള്ളത് ഏജ് ലിമിറ്റ് 19 തൊട്ട് 36 വയസ്സ് വരെയാണ്. ക്വാളിഫിക്കേഷൻ പറഞ്ഞത് ഡിപ്ലോമ ഇൻ ക്രാഫ്റ്റ്സ്മാൻഷിപ്പ് ഓർ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഇൻ പ്ലംബിംഗ് ട്രേഡ് ഓഫ് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് സെന്റേഴ്സ്. പിന്നെ NAC ഇൻ പ്ലംബിംഗ് ട്രേഡ് അവാർഡ് ബൈ ആഫ്റ്റർ കംപ്ലീഷൻ ഓഫ് ഫുൾ ടൈം അപ്രന്റീസ്ഷിപ്പ് ഫോർ എ മിനിമം പീരീഡ് ഓഫ് 3 years. അല്ലെങ്കിൽ മിനിമം ജനറൽ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഓഫ് SSLC സ്റ്റാൻഡേർഡ് with a practical experience in reading water meters as certified by an officer not below the rank of executive engineer in charge of water work units. ഇതാണ് ക്വാളിഫിക്കേഷൻ പറഞ്ഞിട്ടുള്ളത്. ഇതിൽ ഇക്വലൻസി ഒന്നും പറഞ്ഞിട്ടില്ല. ഇനിയിപ്പം വരുന്ന നോട്ടിഫിക്കേഷൻ എന്താ നമുക്ക് അവിടെ ഇക്വലൻസി കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു 2019 ഒക്ടോബറിലാണ് അവിടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. 2019 ഒക്ടോബർ നോട്ടിഫിക്കേഷൻ വന്നിട്ട് 2021 ഓഗസ്റ്റിൽ എന്ത് ചെയ്തു, എക്സാം കണ്ടക്ട് ചെയ്തു. 2022 മാർച്ചിൽ എന്ത് ചെയ്തു, അവിടെ ഷോർട്ട് ലിസ്റ്റ് വന്നു. അപ്പൊ ഷോർട്ട് ലിസ്റ്റ് ഇഷ്ടംപോലെ ആൾക്കാർ അവിടെ എന്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. 63 മാർക്ക്, 63.67 മാർക്കാണ് അവിടെ കട്ട് ഓഫ് മാർക്കായിട്ട് വന്നിട്ടുള്ളത്. 63.67 മാർക്ക് കട്ട് ഓഫ് ആയിട്ട് വന്നു. അപ്പൊ ടെസ്റ്റ് കഴിഞ്ഞാൽ ഇന്റർവ്യൂ കാര്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് ഡോക്യുമെന്റ്സ് വെരിഫൈ ചെയ്തതിന് ശേഷം 2022 ഓഗസ്റ്റ് 20 എന്ത് ചെയ്തു, റാങ്ക് ലിസ്റ്റ് അവിടെ നിലവിൽ വന്നു. 2022 ഓഗസ്റ്റ് 20 കേരള വാട്ടർ അതോറിറ്റി മീറ്റർ റീഡർ. ഓക്കെ, അപ്പൊ അതിൽ മെയിൻ ലിസ്റ്റിൽ ഏകദേശം കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 100 അല്ല 200 മേലെ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, 298 പേര് എന്ത് അവര് മെയിൻ ലിസ്റ്റിൽ അവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. 298 പേര്, ബാക്കി കുറെ പേര് സപ്ലിമെന്റ് ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ടോപ്പ് മാർക്ക് 97 മാർക്ക് എന്ത് ടോപ്പ് മാർക്കായിട്ട് കിട്ടിയവരുണ്ട് കേട്ടോ. 97 മാർക്ക്. ഓക്കെ, അപ്പൊ 2022 ഓഗസ്റ്റ് 20 റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നേക്കുന്നത്. അപ്പൊ 2025 ഓഗസ്റ്റ് 19 എന്ത് ചെയ്തു, റാങ്ക് ലിസ്റ്റ് അവിടെ അവസാനിക്കും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഓഗസ്റ്റ് 30 എന്ത് ചെയ്യും, പുതിയ നോട്ടിഫിക്കേഷൻ അവരവിടെ ഇറക്കുന്നുണ്ടാവും. അപ്പൊ കഴിഞ്ഞ റാങ്ക് ലിസ്റ്റ് നോക്കുവാണെങ്കിൽ ടോട്ടൽ 76 അഡ്വൈസ് പോയിട്ടുണ്ട്. ടോട്ടല് 76 അഡ്വൈസ് പോയിട്ടുണ്ട്. അപ്പൊ 2025 ഓഗസ്റ്റ് മാസം 19 എന്ത് ഈ റാങ്ക് ലിസ്റ്റിന് അവിടെ വാലിഡിറ്റി അവിടെ കഴിയുന്നുണ്ടാവും. അപ്പൊ ഓഗസ്റ്റ് 30 പുതിയൊരു നോട്ടിഫിക്കേഷൻ അവരവിടെ ഇറക്കുന്നുണ്ടാവും. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഇതാണ്. നിങ്ങളുടെ ക്വാളിഫിക്കേഷനെ ബേസ് ചെയ്തുള്ള ടെക്നിക്കൽ മാത്രമേ ഉള്ളൂ എന്നാണ് മനസ്സിലാക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ജസ്റ്റ് എന്താ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല, കുറെ എന്താ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് ആഡ് ആക്കിയേക്കുന്നത്. ഓക്കെ, കാരണം വെച്ചാൽ 97 മാർക്ക് അവിടെ കിട്ടിയിട്ടുണ്ടല്ലോ ടോപ്പറിന്. ഓക്കെ, ഇപ്പോൾ ടോട്ടൽ 100 ക്വസ്റ്റ്യൻസ് ഉണ്ട്. 100 ക്വസ്റ്റ്യൻസ് തന്നെയാണ് ടെക്നിക്കൽ പോയിന്റ് ഓഫ് വ്യൂയിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ഞാൻ അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പറും അതേപോലെ പ്രൊഫഷണൽ കീ എന്താ താഴെ ഡിസ്ക്രിപ്ഷൻ ആഡ് ആക്കാം. അപ്പോൾ താല്പര്യമുള്ളവർക്ക് എന്താ അത് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതിന്റെ കൂടുതൽ വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും വരാം. സിലബസ് നമ്മൾ ആഡ് ആക്കാൻ വിട്ടുവരുന്നുണ്ട്. സിലബസ് നമ്മൾ അതിന്റെ അടുത്തൊരു വീഡിയോ നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ അതിന്റെ കൂടുതൽ ഇക്വലൻസി കാര്യങ്ങളൊക്കെ നമുക്ക് ആ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ കൂടുതൽ അപ്ഡേറ്റ്സ് ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.